മനസ്സിലാക്കിയില്ല എന്നതാണ്. രണ്ടാമത്തെ കാരണം, കോടാനക്കോടിക്കണക്കിന് മനുഷ്യന്മാർ ഈ ഭൂമിയിൽ വന്ന് അവർ കുടുംബമായി ജീവിച്ച് മരണപ്പെട്ടു പോയി. കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഒറ്റപ്പെട്ട ചില അസ്വസ്ഥതകൾ പലയിടത്തും ഉണ്ടാവും. കോടിക്കണക്കിന് മനുഷ്യന്മാരാകുമ്പോൾ കുറച്ച് അസ്വസ്ഥത ഉണ്ടാവുമല്ലോ. ഈ അസ്വസ്ഥതകളെ ലേഖനമാക്കി, അതിനെ കഥയാക്കി, അതിനെ നോവലാക്കി, അതിനെ സിനിമയാക്കി, അതിനെ സീരിയലാക്കി, അതിനെ പാട്ടാക്കി അവതരിപ്പിച്ചിട്ട് ലോകത്ത് മൊത്തം ഇങ്ങനെ തന്നെയാണ് എന്ന് വരുത്തി തീർത്തു. അത് കുട്ടികളെ സ്വാധീനിച്ചു. അപ്പൊ കുട്ടികൾക്ക് തോന്നി ലോകത്ത് മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ് എന്ന് തോന്നി. സത്യത്തിൽ ഈ ഇരിക്കണ നമ്മളെല്ലാവരും കുടുംബമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, ഒരു കുഴപ്പമില്ല. പിന്നെ കുടുംബം അല്ല എന്ന് വിചാരിക്ക, എന്നാലും ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ കോടാനക്കോടി മനുഷ്യന്മാർ ലോകത്ത് കുടുംബമായി ജീവിക്കുന്നതിൽ 1-2% മാത്രം കാണുന്ന പ്രശ്നങ്ങളെ ലേഖനവും നോവലും സമരവും കഥയും സിനിമയും സീരിയലുമാക്കി എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണെന്ന് വരുത്തി തീർത്തതാണ് രണ്ടാമത്തെ പ്രശ്നം. എന്താ പരിഹാരമാർഗം? പരിഹാരമാർഗം കുടുംബം വേണ്ടെന്നൊക്കലല്ല, എങ്ങനെ കുടുംബമായിട്ട് ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കലാണ്. കുടുംബമായി ജീവിക്കാൻ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ആണുങ്ങളാണ് കേൾക്കുന്നത്, ഇതെന്തായാലും സ്ത്രീകളും കേൾക്കുന്ന ഉറപ്പാണ്. കുടുംബ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിജയം എന്ന് പറയുന്നത് ലൈംഗിക വിജയമാണ്. ബാക്കിയുള്ളതൊക്കെ അണ്ണാച്ചിയും പെണ്ണുങ്ങളും കൂടി റോഡ് സൈഡിൽ കൂടെ ക്യാബിന് കുഴി ഉണ്ടാക്കുമ്പോൾ വൈകുന്നേരത്ത് പോലെ തല്ലൂടിന് കണ്ടാൽ നമുക്ക് തോന്നും ഇവർ നാളെ എന്തായാലും സേലത്തേക്ക് വണ്ടി കയറാൻ സാധ്യത ഉണ്ട്, ഇനി ഇവിടെ നിൽക്കൂല. രാത്രി ഏതെങ്കിലും പീഡിയക്കൊലയുമ്പോൾ ഓല ഒന്ന് കടന്നിറങ്ങിങ്ങാണ്ട് രാവിലെ നീച്ചു വരുമ്പോൾ പിന്നെയും അപ്പളിയും പുതിയ എണ്ണമായിട്ടുണ്ടാവും. കുടുംബജീവിതത്തിൻ്റെ വിജയം ലൈംഗികതയുടെ വിജയമാണ്. എന്നാൽ മനുഷ്യനല്ലാത്ത എല്ലാ ജീവികൾക്കും ലൈംഗിക ബന്ധം എങ്ങനെയാണെന്ന് ജന്മന അറിയും. പക്ഷേ മനുഷ്യന് മാത്രം അത് പഠിക്കേണ്ടതുണ്ട്. ആരെ പഠിപ്പിച്ചത്? ആരെ പഠിച്ചത്? നമുക്കാരാ പഠിപ്പിച്ചത്? ആരെ പഠിപ്പിച്ചത്? ആരെ പഠിച്ചത്? അതൊരു വിഷയം തന്നെയല്ലേ? ഇതൊരു വിഷയം തന്നെയാണ്. കുടുംബജീവി ബാക്കി എന്നും ബിരിയാണി ഉണ്ടായി, ലൈംഗിക ബന്ധം സുഖകരമല്ലെങ്കിൽ ഒരു കാര്യം ആ ബിരിയാണി കൊണ്ടില്ല. എന്നും മന്തിയാണ്, ചിക്കൻ മന്തി. ലൈംഗിക ജീവിതം വിജയമല്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല. കുടുംബജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിന്റെ വിജയമാണ്. ആരും പഠിച്ചില്ല, ആരും പഠിപ്പിച്ചില്ല. എവിടെയെങ്കിലും ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒക്കെ എല്ലാവർക്കും അറിയണല്ലേ എന്ന് തീരുമാനിച്ചിട്ട് കുട്ടികളെ പറഞ്ഞയച്ചില്ല. ഇതിപ്പോ എന്തായാലും വാപ്പാരുമാരും കേൾക്കുമല്ലോ. നിർബന്ധമായും നമ്മളെന്തായാലും ഇങ്ങനെ ആയിപ്പോയി, കുട്ടികളെങ്കിലും പഠിക്കട്ടെ എന്ന് തീരുമാനിക്കണം. വളരെ പ്രധാനമാണ്. മനുഷ്യന് ഒരു വിഷയവും പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല. ലൈംഗിക ബന്ധം അങ്ങനെ തന്നെയാണ്, പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല. 8 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലൈംഗിക ബന്ധവുമായി മനസ്സിലാക്കേണ്ടതുണ്ട്. 8 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കുടുംബജീവിതം വിജയിപ്പിക്കാൻ വേണ്ടി കഴിയുള്ളൂ. കുടുംബജീവിതത്തിൽ ബാക്കി എന്ത് ഉണ്ടായിട്ടും കാര്യമില്ല. ഫോർച്യൂണർ മുറ്റത്ത് നിൽക്കുന്നുണ്ട്, അങ്ങാടി പോയി വരാന് ഇന്നോവ വേറുണ്ട്, അതുകൊണ്ടൊന്നും കുടുംബജീവിതം നിലനിൽക്കൂല. 3800 സ്ക്വയർ ഫീറ്റ് ഉള്ള പേരുണ്ട്, അതുകൊണ്ടും നിൽക്കൂല. ലൈംഗിക ജീവിതം സുഖകരമാണോ? പീഡിയക്കൊലയുമേ ഒരു താർപ്പായി ഉണ്ടായാലും കുടുംബജീവിതം നിലനിൽക്കും. കുടുംബജീവിതം നിലനിർത്തുന്നതിന്റെ അടിസ്ഥാനം ലൈംഗിക ജീവിതമാണ്. ആരും പഠിപ്പിച്ചില്ല, ആരും പഠിച്ചില്ല. ചോദിക്കാൻ പാടില്ല എന്ന് നമ്മളെ തീരുമാനം. നമ്മളെ കുട്ടി, ചെറിയ കുട്ടി, പെണ്ണുങ്ങൾക്ക് 2ാമത്തെ കുട്ടി ഉണ്ടായി. അപ്പം കുട്ടീനെ ഇങ്ങനെ ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ച് പ്രസവമൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പെരയിലെത്തി. ഉമ്മയും കുട്ടിയും കൂടി ഇങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ മൂത്ത കുട്ടി, 5 വയസ്സുള്ള കുട്ടി, ഇങ്ങനെ മെല്ലെ ആരുമില്ലാത്ത സമയത്ത് ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കും. ഉമ്മ, കുഞ്ഞിവാവാനെ എവിടുന്ന് കിട്ടിയതാണ് എന്ന് ചോദിക്കും. എന്താണ് ആ കുട്ടി ചോദിക്കുന്നത്? ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ചിട്ടയായ അന്വേഷണമാണ് ആ കുട്ടി നടത്തുന്നത്. ഉമ്മപ്പം എന്താ പറയാ? അത് ഉമ്മാക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി എന്താ വിചാരിക്കുക? ഇതേമാതിരി പണ്ടുന്ന ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാണ് എന്നല്ലേ? ആ കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്കതൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഏത് പറഞ്ഞു കൊടുക്കാം? മോനെ, അത് ഞാനും എൻ്റെ അപ്പിയൊക്കെ ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണേ കണ്ടില്ലേ? അതേമാതിരി ഉമ്മാൻ്റെ കുട്ടി വലുതായിട്ട് കല്യാണമൊക്കെ കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ
ഇമ്മാന്റെ പള്ളങ്ങനെ പൊന്തി നിൽക്കണ കണ്ടില്ലേ, അതിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. അത് ഉമ്മ പാത്തുന്ന സ്ഥലത്ത് കൂടെ പ്രസവിച്ചതാന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആകാശം പൊളിഞ്ഞിടുകയാണെങ്കിൽ അതിങ്ങോട്ട് ചാടട്ടെ, നമുക്ക് വല്ല തൂണെന്തേലും കൊടുത്തിങ്ങോട്ട് നിർത്താം. നോണ പറഞ്ഞുങ്ങാണ്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യം എന്താ? ഈ കുട്ടി ഇമ്മാനോടല്ലാതെ വേറെ ആരോടാ ചോദിക്കുക? ഇമ്മ അത് പറഞ്ഞു കൊടുത്തില്ല. ഒറിജിനൽ സ്രോതസ്സിൽ നിന്ന് ലഭിക്കാൻ വഴിയില്ലാത്തതിനാൽ ഒറിജിനൽ അല്ലാത്ത സ്രോതസ്സിൽ നിന്ന് അവൻ അന്വേഷിച്ചു. ആ അന്വേഷണത്തിൽ വഴിതെറ്റി. ലൈംഗികത വഴിതെറ്റിയതല്ലാതെ എന്താ ഇന്നത്തെ നമ്മളെ പ്രശ്നം? ഇന്നത്തെ മൊത്തം പ്രശ്നം ലൈംഗികത വഴിതെറ്റിയതല്ലേ? ഒറിജിനൽ സ്രോതസ്സിനെ കുട്ടി അന്വേഷിച്ചിട്ടില്ലേ? പറഞ്ഞു കൊടുക്കാത്തതല്ലേ പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കുട്ടിക്ക് തിരിയുന്ന ഭാഷയിൽ അന്നത് പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ അതിന്റെ അനുബന്ധ കാര്യങ്ങൾ പിന്നെ കുട്ടി ചിട്ടവായ രൂപത്തിൽ പഠിച്ചുണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് കുട്ടികളെ കുടുംബജീവിതം പഠിപ്പിക്കണം. വലിയവരും പഠിക്കേണ്ടത് തന്നെയാണ്, കുട്ടികളും പഠിക്കേണ്ടത് തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ പ്രീ മാരിറ്റിലാണ് നടത്തുന്നത്, വേണ്ടത് തന്നെയാണ്. പ്രീ മാരിറ്റൽ നടത്തണം, സർട്ടിഫിക്കറ്റ് കൊടുക്കണം, കോഴ്സ് നടത്തണം, എല്ലാവരും മക്കളെ പഠിപ്പിക്കണം, അതിൽ പറഞ്ഞേക്കണം. എനിക്കൊരു അഭിപ്രായമുണ്ട്, പ്രീ മാരിറ്റൽ വളരെ ഭംഗിയായിട്ട് ഒരു ഘട്ടം പൂർത്തിയാക്കട്ടെ, പോസ്റ്റ് മാരിറ്റലും നടത്തണം. കാരണം ഈ പറയുന്ന പല കാര്യങ്ങളും അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന പല വിഷയങ്ങളും കല്യാണത്തിന് മുമ്പ് മനസ്സിലാവില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അനുഭവിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അപ്പം തിരുത്താൻ പറ്റും. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞത് ഇബാദത്താണല്ലോ. എല്ലാവർക്കും അറിയാലോ ഇബാദത്തിന് കൂലിട്ടണം. പിന്നെ ഇബാദത്തിന് അള്ളാഹുവിൻ്റെ അടുത്ത് കൂലിട്ടുന്ന്. മനസ്സിലായിട്ടുണ്ടോന്ന് അറിയില്ല. അതായത് ഇസ്ലാമിലെ നിക്കാഹ് ഇബാദത്താണ്. ഇസ്ലാമിക ശരീഅത്തിന്റെ 4 ഹുക്കുമുകൾ നിക്കാഹുമായി ബന്ധപ്പെട്ട് വരും. 1 സുന്നത്ത്, 1 വാജിബ്, 2 സുന്നത്ത്, 3 ഹലാല്, 4 ജായിസ്, 5 ഹറാം. 5 ഹുക്കുമുകളും വരും. ശരീഅത്തിലെ 5 ഹുക്കുമ് നിക്കാഹുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. 1 വാജിബ്, നിക്കാഹ് വാജിബാവുന്ന ഘട്ടമുണ്ട്. 2ാമത്തെ നിക്കാഹ് സുന്നത്ത്. അതാണ് നിരുപാധികം എല്ലാവർക്കും ഉണ്ടാകുക, സുന്നത്തായതാണ്. നിക്കാഹ് സുന്നത്താണ്. സുന്നത്തുൽ മുഅക്കദ, ശക്തമായ സുന്നത്താണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, 1 സുന്നത്ത് കേട്ടോ, 2ാമത്തത് ഹലാല്, 3 ആൾക്കാർ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. 4 സുന്നത്താണെന്ന് വിചാരിച്ച ആൾക്കാരുണ്ടാവും. അത് തെറ്റാണ്. സുന്നത്ത് എത്രയേ ഉള്ളൂ? സുന്നത്ത് 1 സുന്നത്ത്, 2 ഹലാല്, 3 ഹലാല്, 4 ഹലാല്, 5 ഹറാമ്. അങ്ങനെയാണ്. വാജിബാവുന്ന ഘട്ടമുണ്ട്. അതെവിടെയെന്ന് ഇപ്പൊ ഇവിടെ പറയണില്ല. വാജിബാവുന്ന സന്ദർഭമുണ്ട്. നിരുപാധികം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിക്കാഹിന്റെ ഹുക്കുമ് സുന്നത്താണ്. അതുകൊണ്ട് എല്ലാവർക്കും സുന്നത്താണ്. പക്ഷെ ആ സുന്നത്ത് 1. 2ാമത്തത് ഹലാലാവും ആവശ്യമുണ്ടെങ്കിൽ, 3ാമത്തത് ഹലാലാവും ആവശ്യമുണ്ടെങ്കിൽ, 4ാമത്തത് ഹലാലാവും ആവശ്യമുണ്ടെങ്കിൽ, 5ാമത്തത് ഹറാമുമായി മാറുന്നതാണ്. അപ്പൊ 5 ഹുക്കുമുകളും ബാധകമാകുന്ന, ശരീഅത്തിന്റെ 5 ഹുക്കുമുകളും ബാധകമാകുന്ന ഒരു ഇബാദത്താണ് ഇസ്ലാമിലെ നിക്കാഹ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിക്കാഹ് ഒരു ഇബാദത്താണെങ്കിൽ നിക്കാഹിന് കൂലി കിട്ടാൻ നിയ്യത്ത് വേണ്ടി വരുമല്ലോ. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എല്ലാവർക്കും അറിയുന്ന ഹദീസാണല്ലോ. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എല്ലാവർക്കും അറിയും. കാരണം ഈ നാട് പഴയ കാലം മുതലേ ദർസുള്ള നാടാണ്. അത്യാവശ്യം റിയാദുസ് സാലിഹിൽ 4 പാഠം എല്ലാവരും ഓതിയിട്ടുണ്ടാവും. ഇവിടെ ഉണ്ടാവും, ഈ നാട്ടിലുണ്ടാവും. എൻ്റെ മൂത്താപ്പ ഇവിടെ ഈ പള്ളിക്ക് ദർശെടുത്തിട്ടുണ്ട്. മൊയ്തീൻ കുട്ടി ബാക്കവി കുളത്തൂര് എൻ്റെ മൂത്താപ്പയാണ് ഈ പള്ളിയിൽ ദർശെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നാട് പഴയ കാലം മുതൽ ദർശനായിരുന്ന നാടാണ്. അത്യാവശ്യം ഫത്വൽ മുഈനിന്ന് 10 പേജും റിയാദുസ് സാലിഹിന്ന് 4 ബാബും അതുക്കിയെന്ന് 8 ബൈത്തും ഓതിയരന്നേക്കാരെ ഇരിക്കണ മിക്കവാറും ആൾക്കാരെന്ന് എനിക്കറിയാം. റിയാദുസ് സാലിഹിലെ 1ാമത്തെ ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഒരു അമൽ സ്വഹിയാവണമെങ്കിൽ, അതിന് കൂലി ലഭിക്കണമെങ്കിൽ നിയ്യത്തുണ്ടായിരിക്കണം. അവിടെ സിഹത്ത് എന്നുള്ളതിനൊരു വിശദീകരണം ഉണ്ട്. പൊതുവേ പറയുമ്പോൾ എല്ലാ അമലിനും നിയ്യത്ത് വേണമെന്നേ ഉള്ളൂ. പക്ഷെ നിയ്യത്തില്ലാതെ സ്വഹിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. കച്ചവടം നിയ്യത്ത് വേണമെന്നൊന്നുമില്ല. നിക്കാഹ് സ്വഹിയാവാൻ നിയ്യത്ത് വേണ്ട, ത്വലാഖ് സ്വഹിയാവാൻ നിയ്യത്ത് വേണ്ട, കൂലി കിട്ടാൻ നിയ്യത്ത് വേണം. എന്നാൽ ഈ ഇരിക്കണയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടില് 99% ആൾക്കാരും പെണ്ണിട്ടവരാണ്. നമ്മളെന്താ നിയ്യത്ത് വെച്ചിരുന്നത്? ഇല്ലെങ്കിൽ പുതിയ തലമുറയെങ്കിലും ഒന്ന് നിയ്യത്ത് വെക്കട്ടെ. അതിന് പോലൊക്കെ നമ്മളൊന്ന് പഠിപ്പിച്ചൂടെ? അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ഉണ്ടാവും, ഇനിയിപ്പോ എന്താ കാട്ട് പഠിച്ചോനേന്ന്. അതിനിപ്പോ നമ്മൾ ബിസ്മി മറന്ന മാതിരത്തൊരു പണിയുള്ളൂ. ബിസ്മി മറന്നാൽ എന്താ ഇട്ടുക? ഒരു കയ്യിൽ ചോറും കൂടി ഇട്ടുങ്ങാണ്ട് ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു എന്ന് എല്ലിങ്ങാണ്ട് തിന്നാന്നുള്ളതാണ് അതിന്റെ പരിഹാര മാർഗം. അപ്പൊ ഇനിയിപ്പോ എന്താ കാട്ടുക എന്ന് ചോദിച്ചാൽ, ഇനിയിപ്പാണ് നിയ്യത്ത് വെക്കന്നെ പഠിച്ചോനെ
ഞാനിപ്പോൾ അന്ന് പെണ്ണിട്ടപ്പോൾ ഈ സാലിം ഫൈസൽ വായതോട്ട് കേട്ടതുമില്ല. അത് പഠിച്ചോനെ നിന്റെ റിളാഇന് വേണ്ടി ഇബാദത്ത് എന്ന നിലയിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ വർധനവിന് വേണ്ടി തന്നെയാണ് എന്ന് ഇപ്പണ് കരുതുക എന്നുള്ളത് ഇനിയിപ്പോൾ അതിന് പരിഹാര മാർഗ്ഗമുള്ളൂ. പക്ഷെ നമുക്ക് പുതിയ തലമുറയെ പഠിപ്പിക്കാലോ. ലക്ഷ്യം തെറ്റിയാൽ മാർഗം തെറ്റും. കുടുംബജീവിതം ഇങ്ങനെ കൊളായതിന്റെ പിന്നിൽ അതിന്റെ ലക്ഷ്യം തെറ്റിയത് പ്രധാനമാണ്. നീയത്ത് തെറ്റിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ നീയത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അവർക്ക് നീയത്ത് പഠിപ്പിക്കണം.